അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന പക്ഷം അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ച് നൽകിക്കൊണ്ടിരിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാതെയും അംഗീകരിക്കാതെയും നന്ദികേട് കാണിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് ഉണ്ടാവുക എന്ന അള്ളാഹുവിൻ്റെ അറിയിപ്പ് മൂസാ നബി ഇസ്രായേല്യരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഭൂമിയിലെ സകല സൃഷ്ടികളും അള്ളാഹുവിന് വിധേയപ്പെടാതെ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ പോലും അള്ളാഹുവിന് അത് യാതൊരു നഷ്ടമോ കോട്ടമോ വരുത്തുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നും മൂസാ നബി ഇസ്രായേല്യരോട് പറയുന്നുണ്ട്. ഇന്ന് പഠിക്കുന്ന 7-8 ആയത്തുകളിൽ ഇക്കാര്യങ്ങളാണ് ഉള്ളത്. وَإِذْ تَأَذَّنَ رَبُّكُمْ لَئِن شَكَرْتُمْ لَأَزِيدَنَّكُمْ وَلَئِن كَفَرْتُمْ إِنَّ عَذَابِي لَشَدِيدٌ وَقَالَ مُوسَى إِن تَكْفُرُوا أَنْتُمْ وَمَنْ فِي الْأَرْضِ جَمِيعًا فَإِنَّ اللَّهَ لَغَنِيٌّ حَمِيدٌ وَإِذْ تَأَذَّنَ رَبُّكُمْ നിങ്ങളുടെ റബ്ബ് മുന്നറിയിപ്പ് നൽകിയതും നിങ്ങൾ ഓർക്കുക. അദ്ദന എന്നാൽ പ്രഖ്യാപിച്ചു, വിളംബരം ചെയ്തു, അറിയിച്ചു എന്നാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുമോ എന്നതിനുള്ള പരീക്ഷണമായി കൊണ്ടാണ് അള്ളാഹു നിങ്ങളെ ഫറോവമാരുടെ പീഡനങ്ങളിൽ നിന്ന് മോചിപ്പിച്ചതും നിങ്ങൾക്ക് ധാരാളമായി അനുഗ്രഹങ്ങൾ നൽകിയതും എന്ന് മനസ്സിലാക്കി നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്ന് മൂസാ നബി ഇസ്രായേല്യരോട് പറഞ്ഞതായി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തിനൊടുവിൽ പറഞ്ഞല്ലോ. അതിനെ തുടർന്നാണ് അദ്ദേഹം അവരോട് ഈ പറയുന്നത്. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് അറിയിച്ച കാര്യവും നിങ്ങൾ ഓർക്കുന്നില്ലേ? എന്താണ് അറിയിച്ചിരുന്നത്? ലഇൻ ശകർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നാം നിങ്ങൾക്ക് അധികരിപ്പിച്ച് നൽകുക തന്നെ ചെയ്യും. അതായത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുന്ന പക്ഷം അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു നൽകിക്കൊണ്ടിരിക്കും എന്ന് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുക എന്നാണ് അവരോട് പറയുന്നത്. കാരണം ഒരാൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുക എന്നാൽ അതിനർത്ഥം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അയാൾ മനസ്സിലാക്കി അംഗീകരിക്കുന്നു എന്നാണ്. അതിന് നന്ദിയായിക്കൊണ്ടാണ് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നത്. എന്നാൽ തനിക്ക് ലഭിച്ച അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാതെ അള്ളാഹുവിൻ്റെ ശാസനകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്നവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിക്കുകയാണ് ചെയ്യുന്നത്. വലഇൻ കഫർത്തും, എന്നാൽ നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ, നിങ്ങൾ നന്ദി കെട്ടവരാണെങ്കിൽ, ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ അതികഠിനം തന്നെയായിരിക്കും. അള്ളാഹുവിനെ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല എന്നാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ നന്ദികേട്. അത്തരക്കാർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ട് എന്നാണ് പറയുന്നത്. ഇസ്രായേലികളിൽപ്പെട്ട അതിസമ്പന്നനായിരുന്ന ഖാറൂന്റെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. അയാളുടെ സ്വത്തുക്കൾ സൂക്ഷിച്ച ഖജനാവുകളുടെ താക്കോലുകൾ തന്നെ ഒരു ചരക്ക് വണ്ടിയിൽ ഏറ്റിക്കൊണ്ടുപോവാൻ മാത്രമുണ്ടായിരുന്നു എന്ന് അയാളുടെ കഥ വിവരിക്കുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്. എന്തുമാത്രം സമ്പന്നനായിരുന്നു അയാൾ എന്ന് അതിൽ നിന്ന് തന്നെ ഊഹിക്കാം. അയാൾ എന്താണ് പറഞ്ഞത്? എൻ്റെ ഈ സമ്പത്തും അനുഗ്രഹങ്ങളും എൻ്റെ അറിവും കഴിവും കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്നാണ് അയാൾ അഹങ്കാരത്തോടു കൂടി പറഞ്ഞത്. അള്ളാഹു അയാളെയും അയാളുടെ സമ്പാദ്യത്തെയും ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞുകൊണ്ടാണ് ഈ ദുനിയാവിൽ ശിക്ഷിച്ചത്. അതുകൊണ്ട് മനുഷ്യന് ഇവിടെ ലഭിച്ചിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാം അള്ളാഹു നൽകിയതാണെന്നും മനുഷ്യന് സ്വന്തമായി ഒന്നും അവകാശപ്പെടാനില്ലെന്നും മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പരമാവധി നന്ദി കാണിക്കുന്നവരാവുക എന്ന് മൂസാ നബി ഇസ്രായേല്യരെ ഓർമ്മിപ്പിച്ചത് ഖുർആൻ ഇവിടെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ച ഇസ്രായേലികളിൽപ്പെട്ട ജൂതന്മാർക്കുള്ള പ്രത്യേക താക്കീതും കൂടി ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും പറയുന്നു, വഖാല മൂസ പറഞ്ഞു, ഇൻ തക്ഫുറു അൻതും, നിങ്ങൾ നന്ദി കെട്ടവരാവുകയാണെങ്കിൽ, വമൻ ഫിൽ അർളി ജമീഅൻ, ഭൂമിയിലുള്ളവരൊക്കെയും, നിങ്ങൾ മാത്രമല്ല ഭൂമിയിലുള്ളവരൊക്കെയും സർവരും അള്ളാഹുവിനെ അനുസരിക്കാതെ അള്ളാഹുവിനോട് ധിക്കാരവും നന്ദികേടും കാണിക്കുന്നു എന്ന് വെക്കുക. അത് അള്ളാഹുവിന് ഒരു നഷ്ടവും ഒരു കോട്ടവും വരുത്തുകയില്ല.
കാരണം ഇന്നല്ലാഹ ലഗനിയുൻ ഹമീദ്, തീർച്ചയായും അള്ളാഹു സ്വയം തന്നെ എല്ലാം തികഞ്ഞവനും സ്തുതിക്കപ്പെടുന്നവനുമാണ്. ഒരു കാര്യത്തിലും ആരുടെയും ആശ്രയം അള്ളാഹുവിന് ആവശ്യമില്ല എന്നർത്ഥം. ആര് നന്ദി കാണിച്ചാലും നന്ദികേട് കാണിച്ചാലും അള്ളാഹുവിന് ലാഭമോ നഷ്ടമോ ഒന്നുമില്ല. ആര് സ്തുതിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവിൻ്റെ സ്തുത്യർഹമായ സ്ഥാനത്തിന് ഒരു കുറവും വരികയുമില്ല എന്നാണ് മൂസാ നബി ഇസ്രായേലിയരോട് പറഞ്ഞതായി അള്ളാഹു ഇവിടെ പറയുന്നത്. ഇതോടെ മൂസാ നബിയും ഇസ്രായേലികളുമായി ബന്ധപ്പെട്ട് ഈ സൂറത്തിൽ വന്ന ഭാഗം അവസാനിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.